ശ്രീ ടോണി ചിറ്റിലപ്പള്ളി, ഇങ്ങനെ ഒരു ആവശ്യം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉണ്ടായത്. നിസ്കാരത്തിന് പ്രത്യേക മുറി വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിനെ തടഞ്ഞു വെക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം അന്ന് അംഗീകരിക്കുവാൻ കഴിയില്ല എന്ന് മാനേജ്മെന്റ് പറയുകയും ചെയ്തു. ഇതോടൊപ്പം ചില കാര്യങ്ങൾ രേഖാമൂലം തന്നെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഈ വിഷയം സീറോ മലബാർ സഭയും സീറോ മലബാർ സഭയുടെ അൽമായ ഫോറവും അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ പ്രതികരിക്കുകയും ഉണ്ടായല്ലോ. അതിൽ ഇതൊരു ഗൂഢ നീക്കമാണ് എന്ന രീതിയിലാണ് നിങ്ങളുടെ വാർത്താക്കുറിപ്പ് വന്നത്. അത് അൽമായ ഫോറത്തിൻ്റെ ആയാലും സീറോ മലബാർ സഭയുടേതായാലും ആ രീതിയിൽ തന്നെയാണ് വന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം സംശയിച്ചത്? ഇന്ന് പക്ഷേ മഹല്ല് കമ്മിറ്റികൾ പോലും ഈ നിസ്കാരം ഈ കോളേജിൽ വേണം എന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തോട് അനുകൂല നിലപാടല്ലല്ലോ സ്വീകരിച്ചത്. പക്ഷെ നിങ്ങൾ അപ്പോഴും എന്തുകൊണ്ട് അങ്ങനെ ഒരു സംശയം ഉന്നയിച്ചു? തീർച്ചയായിട്ടും ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ ഞാനിതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഇത് കേവലം നിഷ്കളങ്കമായിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. ഒട്ടും നിഷ്കളങ്കമായിട്ടുള്ള ഒരു നീക്കമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ സ്വാതന്ത്ര്യവും അവകാശവും ഉപയോഗിച്ചാണ്. മറ്റുള്ള മതങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള സ്പർദ്ധയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിനോ ഒരിക്കലും ക്രൈസ്തവ സഭകൾ ഇതുവരെ വന്നിട്ടില്ല. ഇനി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഉണ്ടായ സംഭവം അത് വളരെ നിർഭാഗ്യകരമാണ്. ഒരു കാര്യം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ ഈ സമരം നടത്തിയ ഈ രണ്ട് രാഷ്ട്രീയ സംഘടനകളും അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. മാത്രമല്ല ഈ മുസ്ലിം മഹല്ല് കമ്മിറ്റി ഇതിനെക്കുറിച്ച് പറയുകയും അതിന് നിരുപാധികം ഖേദപ്രകടനം നടത്തുകയും ചെയ്ത് വളരെ സ്വാഗതാർഹമാണ്. കാരണം അവരിത് മനസ്സിലാക്കി. അതായത് ഒരു പ്രത്യേക പ്രദേശത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുത്തിയതിൽ അവർ ഖേദം പ്രകടിപ്പിച്ചു. അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതാണ് അവരുടെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമീപനം. അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പക്ഷെ താങ്കൾ പറഞ്ഞത് രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ അത് അവരുടെ ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല, രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ അത് അല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ ആ സമരത്തിന്റെ ഭാഗമായിരുന്നുവെന്ന്. കാരണം അങ്ങനെ താങ്കൾ ഉദ്ദേശിച്ചിരുന്നു വിദ്യാർത്ഥി സംഘടനകളും അതിന്റെ ഭാഗമായിരുന്നു, ഈ സമരത്തിന്റെ ഭാഗമായിരുന്നുവെന്ന്? അത് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെയായിരുന്നു. അതിൽ പറഞ്ഞത് സംസ്ഥാനത്തെ രണ്ട് പ്രബല വിദ്യാർത്ഥി സംഘടനകളുടെ പിന്തുണ ഉണ്ടായിരുന്നു. നിസ്കാരമുറി കോളേജിൽ വേണം എന്ന ആവശ്യത്തിന് പിന്തുണ നൽകിക്കൊണ്ട് എന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ശ്രീ ടോണി ചിറ്റിലപ്പള്ളി? അങ്ങനെ വിദ്യാർത്ഥി സംഘടനകളുടെ പിന്തുണ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു നിഷ്കളങ്കമായിട്ടുള്ള സംഭവമായിട്ട് നമുക്ക് എഴുതി തള്ളാൻ ഒരിക്കലും പറ്റില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിത് വളരെ കൃത്യമായിട്ട് പല സമയങ്ങളിലും, ഇപ്പൊ ഈ ഡിബേറ്റിൽ മാത്രമല്ല പല സമയങ്ങളിലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കൊരു നിഷ്കളങ്കമായിട്ട് ഇതിനെ തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് മതമൗലികവാദം വളർന്നു വരുന്ന ഒരു ഗൗരവമായിട്ടുള്ള പ്രശ്നം എവിടെയുണ്ട്. ഞാനിത് ഈ നമ്മുടെ ഈ നിർമ്മല കോളേജുമായിട്ട് ഞാൻ കൂട്ടിക്കുറയ്ക്കുന്നില്ല. കാരണം അത് ഓൾറെഡി ക്ലോസ് ചാപ്റ്റർ ആണ്. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും മതമൗലികവാദത്തിന്റെ അനുരണനങ്ങൾ തീർച്ചയായിട്ടും ഈ സംഭവമായിട്ട് ഉണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശദമായിട്ടുള്ള അന്വേഷണം തന്നെ ഇങ്ങനെയുള്ള ശ്രമങ്ങൾക്കെതിരെ വേണം. പ്രത്യേകിച്ച് ഇത് നിഷ്കളങ്കമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു പക്ഷേ വിദ്യാർത്ഥികളായിരിക്കാം, മുതിർന്നവരായിരിക്കാം, ഇതിന് പിന്നിൽ മറ്റു ഭാഗ്യശക്തികൾ ഉണ്ടായിരിക്കാം. നമുക്കറിയാം കർണാടകയില് അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളില് മതമൗലികവാദിക ശക്തികൾ അത് ശക്തി പ്രാപിക്കുന്നുണ്ട്. അത് നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റും ജാഗ്രതയോടെ കാണേണ്ട ഒരു സംഭവമാണ്. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇത് ക്ലോസ് ചാപ്റ്റർ ആണ്. പക്ഷെ എങ്കിലും ഇതെങ്ങനെ ഈ സമരം ഉണ്ടായി,
ഇതിന് പിന്നിലുള്ള ഭാഗ്യശക്തികൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷണം വേണം. താങ്കൾ പറഞ്ഞു വരുന്നത് അൽമായ ഫോറം ഇന്നലെ ഇറക്കിയ ആ പ്രസ്താവനയുണ്ടല്ലോ, ഒപ്പം സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയും, അതിൽ അൽമായ ഫോറമാണ് കുറച്ചുകൂടി ശക്തമായ ഭാഷയിൽ ഈ സംഭവത്തെ അപലപിച്ചത്. പക്ഷേ ഇത് ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് താങ്കൾ പറയുമ്പോഴും ആ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് താങ്കളുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മതമൗലികവാദത്തെ നേരിടുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ ഒരു ടെസ്റ്റ് ഡോസാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്നത് മതമൗലികവാദത്തിൻ്റെ. ഇതാണല്ലോ അൽമായ ഫോറം ഉന്നയിക്കുവാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇന്ന് മഹല്ല് കമ്മിറ്റികൾ ഇങ്ങനെ ഒരു കാര്യം കുട്ടികൾക്ക് തെറ്റുപറ്റിയതാണ് എന്ന രീതിയിൽ, വിദ്യാർത്ഥികൾക്ക് തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതോടുകൂടി അത് ഏതാനും വിദ്യാർത്ഥികളുടെ ഒരു ആവശ്യം എന്ന രീതിയിലേക്ക് വന്നില്ലേ? അതല്ലാതെ ഇതിലൊരു ആസൂത്രിതമായ നീക്കമുണ്ട്, വെറും നിഷ്കളങ്കമായ കാര്യമല്ല എന്ന നിലപാടിൽ മാറ്റം വരുത്തുവാൻ എന്തുകൊണ്ട് താങ്കൾക്ക് കഴിയുന്നില്ല? അൽമായ ഫോറത്തിന് കഴിയുന്നില്ല, സഭയ്ക്ക് കഴിയുന്നില്ല? തീർച്ചയായിട്ടും ഇതൊരു നിഷ്കളങ്കമായിട്ടുള്ളൊരു നീക്കം ആയിട്ട് ഞാൻ കരുതുന്നില്ല. ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചു. കാരണം നമ്മൾ സൗഹൃദത്തിലും സമാധാനത്തിലും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സഭയാണ് ക്രൈസ്തവ സഭ. പക്ഷേ നാളെ ഏതെങ്കിലും ഒരു കോളേജിൽ ഇപ്രകാരമുള്ള നീക്കം വന്നാൽ അതിന്റെ ഉത്തരവാദികൾ ആരാണ്? ഇപ്രകാരമുള്ളൊരു നീക്കം അത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നായാലും അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഭാഗ്യശക്തികൾ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നേരത്തെ ക്രൈസ്തവ സഭകൾക്കെതിരെ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പുൽക്കൂട് കത്തിച്ചു, ഇവിടെ ബൈബിൾ കത്തിച്ചു, ക്രൈസ്തവ അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നമുക്കറിയാം, ഇതെല്ലാം നമ്മൾക്ക് ഇതെല്ലാം കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ്. നാളെ വേറൊരു ക്രൈസ്തവ കോളേജിൽ ഇപ്രകാരം ഒരു നീക്കം ഉണ്ടായാൽ അതിനെതിരെ അന്വേഷണമില്ലെങ്കിൽ ഇത് എവിടെ ചെന്ന് എത്തുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ? അതൊരു ശരിയായ സമീപനമല്ലേ? ഇത് നിഷ്കളങ്കമായിട്ടുള്ള നീക്കമല്ല. ഇതുപോലെയുള്ള ഒരു മുന്നേറ്റങ്ങൾ ബാക്കിയുള്ള കോളേജുകളിൽ ഉണ്ടായാൽ ആരാണ് ഇതിന് സമാധാനം പറയുക? നമുക്കറിയാം, ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്, ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്, ഇവിടെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. ദേശസുരക്ഷയെയും മറ്റുള്ള എല്ലാ സുരക്ഷയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇത് മാറിയാൽ ആരാണ് ഇതിന് ഉത്തരവാദിത്തം പറയാ? അതാണ് എന്റെ ചോദ്യം. നാളെ വേറൊരു കോളേജിൽ ഇപ്രകാരമുള്ള മുന്നേറ്റം ഉണ്ടായാൽ അതിന് ആരാണ് ഉത്തരവാദികൾ? അതിനാരാണ് മറുപടി പറയുക? എന്തായാലും ഇക്കാര്യത്തിൽ ഇവിടെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ആരും ഏറ്റെടുത്തിട്ടില്ല. ഞാൻ താങ്കളിലേക്ക് വരാം.